Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Panapuram and Lakshmi Narayana Junior School, Ottapalam. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുന്നതായി പരാതി. ജനങ്ങളും പൊതുപ്രവർത്തകരും ഒരുമിച്ചാണ് പരാതിയുമായി രംഗത്തെത്തുന്നത്. കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണെന്നാണ് പരാതിക്കാർ പറയുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ പൈപ്പ് ലൈനുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത് സ്ഥിരമായിരിക്കുകയാണ്. എന്നാൽ ഈ തകരാറുകൾ കൃത്യമായി കോൺട്രാക്ടർ വാട്ടർ അതോറിറ്റിയെ അറിയിക്കാറില്ല. തകരാറുകൾ ഉണ്ടെന്നറിയാതെ വെള്ളം വിടുകയും വെള്ളം പാഴാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജനപ്രതിനിധികളോ പൊതുജനങ്ങളോ വേണം വാട്ടർ അതോറിറ്റി അറിയിക്കാൻ എന്നാണ് പരാതിക്കാർ പറയുന്നത്. തകരാറുണ്ടെന്നറിഞ്ഞ വാട്ടർ അതോറിറ്റി ആ ഭാഗത്തേക്കുള്ള വെള്ളം വിതരണം നിർത്തും. പിന്നീട് ആ ഭാഗത്തെ ഡ്രെയിനേജ് പ്രവൃത്തി കഴിയുന്നതുവരെ പൈപ്പ് ലൈനിലെ തകരാറുകൾ തീർക്കാറില്ല. ഈ സമയം വരെയും ഈ ഭാഗത്തേക്കുള്ള കുടിവെള്ളം മുട്ടുകയാണ് എന്നാണ് ഇവരുടെ പരാതി. റോഡിന്റെ ഡ്രെയിനേജ് വർക്ക് നടക്കണം. റോഡ് പണിയുടെ ഭാഗമായിട്ട് ഡ്രെയിനേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു കമ്പനിയാണ്, ഉള്ളാരങ്കൽ സൊസൈറ്റിയോ അങ്ങനെ ആരോണം ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇവരുടെ ആളുകളും വാട്ടർ അതോറിറ്റിയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. ഇവരിവിടെ വരുന്നു, ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നു, അതിനോടനുബന്ധിച്ച് പൈപ്പുകൾ പൊട്ടുന്നു. പൈപ്പ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പൈപ്പ് പൊട്ടിയതിൻ്റെ വിവരം അറിയാതെ അതുകൂടെ വെള്ളം തുറന്നു വിട്ടാലാണ് വാട്ടർ അതോറിറ്റി വിവരം അറിയുക. വെള്ളം ലീക്കേജ് ആവും. വെള്ളം ലീക്കേജ് ആയി കഴിഞ്ഞ് പാളം കൂട്ടിക്കഴിഞ്ഞാൽ ഉടനടി അടച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വെള്ളമൊന്നും കിട്ടില്ല. പിന്നെ ഈ പൈപ്പ് നേരേക്കൽ ഈ ഡ്രെയിനേജ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏകദേശം 10, 12, 15 ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വെള്ളം കിട്ടാൻ. കൗൺസിലർ ജയശങ്കർ, കേരള കോൺഗ്രസ് നേതാവ് തോമസ്, നാട്ടുകാർ എന്നിവരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തോമസ് പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ നമ്മൾ ഈ അവതരിപ്പിക്കലുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു പരിഹാരം കാണുന്നില്ല. അപ്പം അടിയന്തരമായിട്ട് ഇതിനകത്ത് PWDയും വാട്ടർ അതോറിറ്റിയും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, നഗരസഭയ്ക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നഗരസഭയും ബന്ധപ്പെട്ട അധികൃതർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായ പരിപാടികളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് ഇടയാകാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് നിങ്ങൾ 10 ദിവസമായി കുടിവെള്ളം എത്തിയിട്ടെന്നും പ്രദേശത്തെ വീടുകളിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും നാട്ടുകാർ പറയുന്നു. 10 ദിവസം, ഒരാഴ്ചയുടെ മേലെ. കാരണം വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഈ പ്രദേശത്ത്. അത് കാരണം ഇതിന് വേണ്ട നടപടികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം കഷ്ടം ഓരോ വീട്ടിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ സങ്കടം കാണാൻ കഴിയുന്നില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അത്രയും രൂക്ഷമാണ്.